അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എത്ര പേരുകളാണ് സുഹൃത്തുക്കളെ ഫാത്തിഹയ്ക്കുള്ളത്. ഫാത്തിഹയിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയുമോ? അത്ഭുതമല്ലേ ഖുർആനിലെ ഫാത്തിഹ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ, ആവർത്തിക്കപ്പെടുന്ന വചനമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ എടുത്തു പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആനിൽ. എത്ര പേരുകളുണ്ട്. കൻസും മിനൽ ഖുർആൻ, ഖുർആൻ്റെ നിധി എന്നാണ് അറിയപ്പെടുന്നത്. വലിയ നിധിശേഖരം. അള്ളാഹുവിൻ്റെ അർശിന് സിംഹാസനത്തിന് താഴെയുള്ള പ്രത്യേകമായ ഒരു നിധിശേഖരത്തിൽ നിന്നാണ് ഫാത്തിഹ അവതരിപ്പിച്ചത് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മനുഷ്യ ലഭിക്കാവുന്ന ഏറ്റവും ആത്മീയമായ നിധിയാണിത്. അതേ, മറ്റൊരു പേരാണ് അൽ വാഖിയ, സംരക്ഷിക്കപ്പെടുന്നത് തിന്മകളിൽ നിന്നും നാശങ്ങളിൽ നിന്നും. അതേ, നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു തആല, നമസ്കാരം അധർമ്മങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്ന് അവനെ തടയുന്നു എന്ന്. അതേപോലെ തിന്മകളിൽ നിന്ന് നിങ്ങളെ ഫാത്തിഹ സൂറത്ത് തടഞ്ഞു കളയും. എത്ര തവണയാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്? ദിനം പ്രതി 17 തവണ കൃത്യമായി സുന്നത്തുകളെല്ലാം നമസ്കരിക്കുന്ന വ്യക്തി ചുരുങ്ങിയത് ഒരു 50ഓളം തവണ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്താണ് ഇത്രയും തവണ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാരായണം ചെയ്യിപ്പിക്കുന്നത്? എന്താണ് അതിലടങ്ങിയിരിക്കുന്ന ഇത്രയും വലിയ സത്ത? എന്താണ് സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ ആയത്തിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഖുർആൻ്റെ മുഴുവനായുള്ള ഖുർആന് പകരമാണ് ഖുർആനിലെ സൂറത്ത് ഫാത്തിഹ എന്ന് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മാതാവ്, ഖുർആനിൻ്റെ മാതാവ് എന്ന അർത്ഥത്തിൽ തന്നെ സൂറത്ത് ഫാത്തിഹയെ പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. സൂറത്തുൽ അൽ ഉമ്മ് എന്ന പേര്, അതുകൊണ്ടാണ് സൂറത്ത് ഫാത്തിഹയ്ക്ക് സൂറത്ത് ഖുർആൻ്റെ മാതാവ് എന്ന പേര് വന്നത്. അതേപോലെ സൂറത്ത് റുഖിയ എന്ന അർത്ഥത്തിൽ ഫാത്തിഹയ്ക്ക് പേര് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് റുഖിയ എന്ന് പേര് പറയപ്പെട്ടതെന്നറിയുമോ? ശമനമാണ്, ശാന്തിയാണ്. അതേ, പ്രവാചകൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഈ പ്രവാചകൻ്റെ അനുചരന്മാർ ഒരു യാത്രയിലായിരിക്കെ ഒരു ഗോത്രത്തലവന് പാമ്പ് കടിയേറ്റു, അല്ലെങ്കിൽ തേള് കടിയേറ്റു. ആ സമയത്ത് ഈ ഫാത്തിഹ കൊണ്ടവർ അദ്ദേഹത്തെ ചികിത്സിച്ചു, ഭേദമാക്കി. ഫാത്തിഹ കൊണ്ട് റുഖിയ ശർഇയ്യ നടത്തി. അതേ മന്ത്രമാണ്, റുഖിയാണ്, ശർഇയാണ്, ആത്മീയമായ ചികിത്സയുടെ സൂറത്ത് എന്ന അർത്ഥത്തിലാണ് റുഖിയ എന്ന് പേര് പരാമർശിക്കപ്പെട്ടത്. വിഷബാധയ്ക്കും മറ്റും രോഗങ്ങൾക്കും മന്ത്രിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്ന സൂറത്ത് എന്ന വിശദീകരണം പണ്ഡിതന്മാർ നൽകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ തേൽകടിയേറ്റ സംഭവം. അതേപോലെ സൂറത്തു ദുഹാ, പ്രാർത്ഥനയുടെ സൂറത്ത്. അർത്ഥം: പ്രാർത്ഥനകൾ മുഴുവൻ അടങ്ങിയ വരികൾ. വിശദീകരണം: ഇതിൻ്റെ ആദ്യ പകുതി അള്ളാഹുവിനെ പുകഴ്ത്താനും രണ്ടാം പകുതി മുഴുവൻ മനുഷ്യന് ആവശ്യമായ ഏറ്റവും വലിയ കാര്യമായ നേർവഴി അഥവാ ഹിദായത്തിനെ ചോദിക്കാനുമുള്ളതാണ്. ചോദിക്കേണ്ടത് എങ്ങനെയെന്ന് അള്ളാഹു മനുഷ്യനെ നേരിട്ട് പഠിപ്പിക്കുന്ന ഒരു തികഞ്ഞ പ്രാർത്ഥനയാണിത്. അള്ളാഹുമായുള്ള നേരിട്ട് സംഭാഷണമാണ് ഖുർആനിലെ ഫാത്തിഹ. നമുക്കറിയാം, ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ രാജാവ്, ഭരണാധികാരി വന്നിട്ട് നമ്മോട് പറയുകയാണ്, നീ എന്തെങ്കിലും നിനക്ക് ആവശ്യമുള്ളത് ചോദിച്ചു കൊള്ളുക. എത്രമാത്രം ഭവ്യതയോടെ, എത്രമാത്രം ബഹുമാനത്തോടെ, എത്രമാത്രം നല്ല രീതിയിൽ ഖുശൂഅോടെ ആയിരിക്കും നമ്മൾ ചോദിക്കുക. എത്രമാത്രമായിരിക്കും നമ്മൾ ചോദിക്കുക, എങ്ങനെയായിരിക്കും നമ്മൾ ചോദിക്കുക? എന്നാൽ ഏതൊരു മനുഷ്യനും ഒരു പരിമിതിയുണ്ട്. ഒരു മനുഷ്യനോട് ചോദിക്കുമ്പോൾ അവന് മടുത്തു പോകും. അവന് കേൾക്കുമ്പോൾ ഒരു അയൽപക്കത്ത് പോയി ഒരു ദിവസം ചായപ്പൊടി ചോദിക്കും, ഒരു ദിവസം പഞ്ചസാര ചോദിക്കുക, ഒരു ദിവസം മുളക് പൊടി ചോദിക്കുക. ഇങ്ങനെ മാറി മാറി ചോദിച്ചാൽ അവൻ എത്രമാത്രം ദേഷ്യം വരും. പിന്നീട് നമ്മൾ പോകുമ്പോഴേക്കും ചിലപ്പം വാതിൽ തന്നെ അടച്ചിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, പ്രവാചകൻ പറഞ്ഞു, അവനോട് ചോദിക്കാത്തവനോട് അവന് കോപമാണ്. അള്ളാഹുവോട് ആര് ചോദിക്കുന്നില്ലയോ അവനോട് അള്ളാഹുവിന് കോപമാണ്. നിരന്തരമായി നിങ്ങൾ അള്ളാഹുവോട് ചോദിക്കുക. അതേപോലെ സൂറത്ത് ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രവാചകൻ്റെ ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെന്നറിയുമോ? അത് ഒരു പകുതി ഫാത്തിഹയിലെ ഒരു പകുതി അടിമക്കുള്ളതാണ്, ഒരു പകുതി അള്ളാഹുവിനുള്ളതാണ്. ഒരു ഹദീസ് ഞാൻ പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹിയായ ഹദീസുകളിൽ വന്നൊരു സംഭവം ഞാൻ വിശദീകരിക്കാം. അതായത് ഖുദ്സിയാണ്, ഹദീസ് അൽ ഖുദ്സി എന്നാണ് ഇതിനറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരത്തെ സൂറത്തുൽ ഫാത്തിഹയെ ഞാനും എൻ്റെ ദാസനും തമ്മിൽ 2 പകുതിയായി ഞാൻ വേർതിരിച്ചിരിക്കുന്നു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാനും എൻ്റെ ദാസനും തമ്മിൽ 2 പകുതിയായി ഇതിനെ വേർതിരിച്ചിരിക്കുന്നു. എൻ്റെ ദാസൻ ചോദിക്കുന്നത് അവൻ ലഭിക്കുന്നതാണ്. അടിമ വിശ്വാസി ഫാത്തിഹ ഓതാൻ തുടങ്ങുമ്പോൾ അള്ളാഹു നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. ദാസൻ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയും. ദാസൻ പറയുകയാണ്, അഥവാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു മറുപടി പറയും, ഹമദനി അബ്ദി, എൻ്റെ ദാസൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു.
അതേ നമ്മൾ പറയുകയാണ് ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞാൽ പിന്നെ അർ-റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞാൽ ദാസൻ പറഞ്ഞാൽ അള്ളാഹു മറുപടി പറയും. അള്ളാഹു പറയും, എൻ്റെ അടിമ എന്നെ കീർത്തിപ്പെടുത്തിയിരിക്കുന്നു. ദാസൻ പറയുമ്പോൾ അഥവാ ഒരു അടിമ ഒരു ദാസൻ അള്ളാഹു സുബ്ഹാനഹു തആല പറയും മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയും മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇന്നലെയുള്ള എൻ്റെ സംസാരത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫാത്തിഹ നിർത്തി പാരായണം ചെയ്യണേ. പ്രത്യേകിച്ച് ഫാത്തിഹ ഖുർആൻ്റെ ആയത്തുകളെല്ലാം നിർത്തിയാണ് പാരായണം ചെയ്യേണ്ടത്. പ്രവാചകൻ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതേപോലെ പ്രത്യേകിച്ച് ഫാത്തിഹ സൂറത്തുണ്ടല്ലോ, അത് ഓരോ ആയത്തുകൾ നിർത്തി നിങ്ങൾ പാരായണം ചെയ്യണം. സ്പീഡ് അങ്ങ് പോകല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആല മറുപടി പറയുന്നുണ്ട്. അടിമ പറയും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇത് ഞാനും എൻ്റെ ദാസനും എനിക്കും എൻ്റെ ദാസനും ഇടയിലുള്ളതാണ്. എൻ്റെ ദാസൻ ചോദിക്കുന്നതെന്തോ അതവന് നൽകുന്നതാണ്. അതെന്ത് നമ്മൾ പിന്നെ ചോദിക്കുന്നു, പിന്നെ നമ്മൾ എന്താ ചോദിക്കുന്നത്? ദാസൻ പറയുമ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗ്ഗമാണ് പിന്നീട് നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയും എൻ്റെ ദാസനുള്ളതാണത്, എൻ്റെ ദാസൻ ചോദിച്ചവൻ ഞാൻ നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയും. നിങ്ങൾക്ക് മനസ്സിലായോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? അല്ലാഹുവുമായുള്ള മുനാജാത്ത് ഒരു സംഭാഷണമാണ് സൂറത്തുൽ ഫാത്തിഹ. അതേ ഹൃദയങ്ങൾക്കുള്ള രോഗത്തിന് വരെ ശമനമാണ് ഖുർആൻ. നിങ്ങൾക്ക് ഫാത്തിഹ വെച്ച് മന്ത്രിക്കാം. അതേപോലെ മറ്റു ചെറിയ സൂറത്ത് നമുക്കറിയാം, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത്, ഇതെല്ലാം വെച്ച് മന്ത്രിക്കുന്നവരാണ് നമ്മൾ. അതൊക്കെ ഊതുന്നത്. അതേപോലെ രാത്രി സമയങ്ങളിൽ അത് ഓതി ശരീരത്തിൽ മുഴുവനും, കൈകളിൽ ഊതി ശരീരത്തിൽ മുഴുവനും തടവുന്നത് റുഖിയ ശറയിൽ പഠിപ്പിക്കപ്പെട്ട സൂറത്താണ്. അതേപോലെ ഖുർആനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹാ, നിങ്ങൾ ഈ വിശുദ്ധ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിട്ടിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. തഖ്വ വർദ്ധിക്കും, ഈമാൻ വർദ്ധിക്കും, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോത്സാഹനം ഉണ്ടാകും, തിന്മകളിൽ നിന്ന് നമ്മളെ തടിയും വിശുദ്ധ ഖുർആൻ. അങ്ങനെയൊക്കെയുള്ള ഈ ചിന്തയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങൾ നോക്കൂ. ഖുർആനിൽ അഗാധമായി നിങ്ങൾ പഠിക്കണമെന്നില്ല, അഗാധമായി മനസ്സിലാക്കണമെന്നില്ല. നിങ്ങൾക്കറിയാവുന്ന സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ഓരോ വചനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതേപോലെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ റബ്ബിൽ ഫലക്ക്, ഖുൽ റബ്ബിൻ നാസ്, നിങ്ങൾക്കറിയാവുന്ന ചെറിയ സൂറത്തുകൾ അതിൻ്റെ അർത്ഥം വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ പരിഭാഷ മാത്രമല്ല ഞാൻ പറയുന്നത്, അതിനെക്കുറിച്ച് അഗാധമായ ആയത്തിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ, സത്യവിശ്വാസികൾക്ക് ശമനവും ശിഫാവും കാരുണ്യമായിട്ടുള്ളതാണ് ഖുർആനിലൂടെ നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അക്രമികൾക്ക് അത് നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അക്രമികൾക്ക് നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ല. സൂറത്ത് ഇസ്രായിലെ 82-ാമത്തെ വചനം. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സൂറത്ത് ഫുസ്സിലത്തിലെ 44-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഖുൽ ഹുവലില്ലദീന ആമനൂ വഹുദൻ വശിഫാഹ്, നബിയേ പറയുക ഇത് ഖുർആൻ സത്യവിശ്വാസികൾക്ക് വഴികാട്ടിയും ശമനവുമാകുന്നു. വഴികാട്ടിയും ശമനവും. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ നോക്കൂ, യാ അയ്യുഹ അന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇവിടെ തുടങ്ങിയത്. സൂറത്ത് യൂനുസിലെ 57-ാമത്തെ വചനം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് യാ അയ്യുഹ അന്നാസ് ഖദ് ജാഅതുകും മൗഹിദത്തും മിർ റബ്ബിക്കും വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സതുപദേശവും മനസ്സിലുള്ള രോഗങ്ങൾക്ക് ശമനവും അഥവാ ഷിഫാഹും നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. അപ്പോൾ എത്ര സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഷിഫാഹാണ് ഖുർആൻ. നിങ്ങളതിനെ ഉപയോഗിക്കുക സഹോദരങ്ങളെ. മനസ്സിൽ രോഗമുണ്ട്, മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസമുണ്ട്, പ്രതിസന്ധികളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഖുർആനെ മുറുകെ പിടിച്ചോ, അർത്ഥം അറിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്തോ, ഖുർആൻ അഗാധമായി ചിന്തിച്ചോ, ഓരോ ആയത്തുകൾ ഓതി അറിയാവുന്ന ആയത്തുകൾ ഓതി അഗാധമായി ചിന്തിച്ചോ. നിങ്ങൾക്കതിൽ ശമനമുണ്ടേ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണേ. നോക്കൂ, നിങ്ങളൊരു സംഭവം സഹിയായി വന്ന ഹദീസ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് സൂറത്ത് ഫാത്തിഹ ഓതുകയും അത് ഊതി കൈകളിൽ ഊതി മന്ത്രിക്കുകയും ചെയ്യുന്നൊരു സംഭവം അത്ഭുതപ്പെടുന്നൊരു സംഭവം. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സഹീഹ് ബുഖാരിയിലും ഹദീസ് നമ്പർ 2276, സഹീഹ് മുസ്ലിമിലും ഹദീസ് നമ്പർ 2201 ഹദീസുമായി സഹിയായി രേഖപ്പെടുത്തി സഹിയ ഹദീസുകളിൽ വന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളതൊക്കെ ഓതാനും ശരീരത്തിൽ ഊതാനും തടവാനും മന്ത്രവുമായൊക്കെ ഉപയോഗിക്കാവുന്നതാണ് സൂറത്ത് ഫാത്തിഹയും അതുമായി ബന്ധപ്പെട്ട ചെറിയ സൂറത്തുകളും.
അതേപോലെ അതിൻ്റെ അവസാന ഭാഗമൊക്കെ നമ്മൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ ചോദിക്കുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗ്ഗത്തെയാണ് പിന്നീട് നമ്മൾ ചോദിക്കുന്നത്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, വഴിവെച്ചവരുടെ മാർഗ്ഗത്തിലല്ല, നിൻ്റെ കോപത്തിൻ്റെ മാർഗ്ഗത്തിലുമല്ല. അത് ഞാൻ ഇന്നലെ വിശദീകരിച്ചു. നിങ്ങൾക്കറിയാം, നമ്മൾ ചോദിക്കുന്ന സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, അംബിയാക്കളുടെ, ഔലിയാക്കളുടെ യഥാർത്ഥ പാത. നമുക്കെപ്പോഴും ഒരു വഴികാട്ടി ആവശ്യമാണ്. നമുക്കറിയാം, ഓരോ മേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും. അതുപോലെ ആദ്യം തന്നെ പറഞ്ഞ വചനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്തുതിച്ചുകൊണ്ടാണ്. എത്ര മോട്ടിവേഷൻ ക്ലാസ്സുകളാണ് നമ്മൾ കേൾക്കുന്നത്, എത്ര പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുന്നു. അവിടെയൊക്കെ അവർ പറയുക നന്ദിയുള്ളവരാകുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകൂ. സമ്പത്ത് കൂടുതൽ വേണോ, നന്ദിയുള്ളവരാകണം. നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണോ, നിങ്ങൾക്ക് അത് വേണോ, നിങ്ങൾക്ക് ഇത് വേണോ, എന്തിനും വേണ്ടത് എന്താ, നന്ദിയുള്ളവരാകണം. ഇവിടെ ഫാത്തിഹയിൽ ആദ്യം തന്നെ നമ്മൾ പറയുന്നു അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അവരെ നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവരെ തുടങ്ങുന്നത്. അതുപോലെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് നേരായ മാർഗ്ഗത്തെ സംബന്ധിച്ചാണ്. അതെപ്പോഴും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പലവിധ മാർഗ്ഗങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത്. അവിടെ ഒന്ന് കണ്ടു, ഇവിടെ ഒന്ന് കണ്ടു, അങ്ങോട്ട് പോയി, അത് ചാഞ്ഞു, അത് കുറേ അവൻ്റെ പ്രസംഗം കേട്ടു, കുറേ ഇവൻ്റെ കേട്ടു, അങ്ങനെ ഒരു ചാഞ്ചാടുന്ന അവസ്ഥ ഉണ്ടാകരുത്. കൃത്യമായി സത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. കൂടുതൽ കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും പകർത്താനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ല കാര്യങ്ങൾ പഠിക്കാനും യഥേഷ്ടം പറയാനും പ്രചരിപ്പിക്കാനും. നിങ്ങൾ നോക്കൂ, ഒരു വചനം ബല്ലിഉ അന്നീ വലൗ ഹായ, പ്രവാചകൻ പറഞ്ഞാൽ എന്താ, നിങ്ങൾക്കറിയണം, ഒരുപാട് ഖത്തം മൊത്തം ഖുർആൻ മനഃപ്പാടമാക്കണം, എന്നിട്ട് സംസാരിക്കണം എന്നല്ല, മറിച്ച് ബല്ലിഉ അന്നീ വലൗ ആയ, എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഒരു മനുഷ്യൻ ഒരായത്ത് എത്തിച്ചു കൊടുത്താൽ എത്ര ആയത്തുകൾ നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ അന്നി വലു ആയ, നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെക്കണം. എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഖുർആൻ്റെ വചനം കാണുമ്പോൾ അത് നിങ്ങൾ ഫേസ്ബുക്കിൽ വെക്കുകയും സ്റ്റാറ്റസ് വെക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഒരായത്ത് വരുന്ന മാറ്റം നമുക്ക് പറയാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റം വരുന്നു, ഹൃദയങ്ങളെ ചലിപ്പിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. കൽബ്, ഹൃദയം എന്ന പദത്തിന് പ്രവാചകൻ പറഞ്ഞു അത് ആടി ഉലയുന്നത് എന്ന അർത്ഥത്തിലാണ്. അതുപോലെ ഖുദ്സി ഹദീസ്, പ്രവാചകൻ്റെ സഹീഹ് ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ് മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റിമറിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അവൻ ചിലപ്പോൾ പെട്ടെന്ന് മാറ്റിമറിച്ചേക്കാം. എത്ര ആളുകളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ മൊത്തം ആളുകളെ വിറപ്പിച്ച ഒരു നാട്ടിൽ വേണമെങ്കിൽ ഗുണ്ട എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ആളായിരുന്നില്ല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. മാറിയില്ലേ ഖുർആൻ്റെ വചനങ്ങൾ കൊണ്ട്? അങ്ങനെ എത്ര സംഭവങ്ങൾ, എത്ര പണ്ഡിതന്മാർ ചെയ്തു. ഒരു ഹദീസിൻ്റെ പേരിൽ മാറിയ ആളുകളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? ഒരു ഹദീസ്, ഒരു മദ്യപാനിയായ ആളുകൾ ഒരു പണ്ഡിതനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഒരു ഹദീസ് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ. അദ്ദേഹം നിങ്ങളിപ്പോൾ പിന്നെ ഞാൻ പറയാം, ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്, സ്മെല്ല് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് അദ്ദേഹത്തിന്. എന്നിട്ടാകുമ്പോൾ അദ്ദേഹം പിടിച്ച് വിടുന്നില്ല ആ മനുഷ്യൻ. അവസാനം പറഞ്ഞു കൊടുത്തു, പിന്നെ ലജ്ജയില്ലെങ്കിൽ നീ എന്തും ചെയ്തു. ആ ഒറ്റ ഹദീസ് കൊണ്ട് അദ്ദേഹം നന്നായി.